ഗുരുവായൂരിനെ അപമാനിക്കുന്ന തരത്തിൽ പരസ്യം നൽകിയ ലോഡ്ജിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബി.ജെ.പി. അതേസമയം നടപടി സ്വീകരിക്കാൻ നഗരസഭയോ പോലീസോ തയ്യാറായിട്ടില്ല. ഗുരുവായൂരിൽ അനധികൃത ലോഡ്ജുകൾ വ്യാപകമാണെന്ന പരാതിയും ശക്തമാവുകയാണ്. 30 വർഷമായി നഗരസഭ ഭരിക്കുന്നത് CPIM ആണ്. അനധികൃത ലോഡ്ജുകൾ പലതും ഗുരുവായൂരിൽ നടക്കുന്നുണ്ട്. വീടുകൾ വാടകയ്ക്കെടുത്ത് ലോഡ്ജ് നടത്തുന്നവർ പോലും ഇവിടെയുണ്ട്. എന്നാൽ ഇത്തരക്കാർക്കെതിരെ നഗരസഭയോ പോലീസോ ഒരു നടപടിയും എടുക്കുന്നില്ല. ഇതിനെതിരെ നഗരസഭയ്ക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. വർഷക്കാലമായിട്ട് CPM ഭരിക്കുക. ഇവിടുത്തെ പ്രധാന പ്രശ്നം അനധികൃതമായിട്ട് ലോഡ്ജുകൾ നടത്തുക, അനധികൃതമായിട്ട് ഫ്ലാറ്റുകൾ ലോഡ്ജുകളുടെ അതേ രീതിയിൽ നടത്തിക്കൊണ്ടുവരിക. നിയമപ്രകാരം നടക്കുന്ന 200ഓളം ലോഡ്ജുകൾ ഗുരുവായൂരിലുണ്ട്. അത്ര തന്നെ നിയമപരമല്ലാതെ നടത്തുന്ന ലോഡ്ജുകളും ഉണ്ടെന്ന് ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ഇത്തരക്കാരെ അനുകൂലിക്കുന്ന നിലപാടാണ് നഗരസഭയുടേത്. എന്നാൽ മേൽവാടകയ്ക്ക് നടത്തുന്ന ഇത്തരം ലോഡ്ജുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, ഗുരുവായൂർ.